പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ നീതി തേടി ഹർഷിന വീണ്ടും സമരമുഖത്തേക്ക്. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഈ മാസം 28-ന് സത്യഗ്രഹ സമരം നടത്തും. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് സമരമെന്ന് ഹർഷിന പ്രതികരിച്ചു. വിവരങ്ങളുമായി രമ്യ ദാസ് ചേർന്നു. രമ്യ, കാലം കുറയായി ഈ ഒരു വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ നീതി തേടി ഹർഷിന നടക്കുന്നു. ഇപ്പോൾ വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അമൽ, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഹർഷീന ഒരു സമരരംഗത്തേക്ക് വരുന്നത്. ഈ 6 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കത്രിക മറന്നു വെച്ച, അതായത് ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിനെതിരെ വർഷങ്ങളായി തന്നെ നിയമ പോരാട്ടമായിരുന്നു. ഇത്തരത്തിൽ ഇതുവരെയായിട്ടും ഈ വിഷയത്തിൽ നീതി ലഭിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നീതി നിഷേധത്തിനെതിരെയാണ്, സർക്കാരിൻ്റെ ഈ നീതി നിഷേധത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു 6 വർഷങ്ങൾക്കിപ്പുറവും നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സമരരംഗത്തേക്ക് ഹർഷീന വരുന്നത്. ഈ മാസം 28-ന് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ്, അതായത് തിരുവനന്തപുരത്തെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഈ മാസം 28-ന് ഹർഷീന ഏകദിന ഉപവാസം നടത്തുമെന്നാണ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഇത്തരത്തിൽ 6 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചത്. ഇതിനെതിരെ കൃത്യമായി തന്നെ നിയമപോരാട്ടം നടത്തുകയും അന്ന് തന്നെ 2 ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ഒരു നഴ്സിനും കൃത്യമായി തന്നെ ഇത്തരത്തിൽ അവരുടെ പിഴവ് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഈ കത്രിക മറന്നു വയ്ക്കുന്ന ഒരു നടപടി ഉണ്ടായതെന്ന് ഉൾപ്പെടെ പോലീസ് കേസെടുക്കുകയും ഇത്തരത്തിൽ ഈ കേസ് വിചാരണ കുന്നമംഗലം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കേസിന് ഹൈക്കോടതി സ്റ്റേ വന്നത്. കുറ്റക്കാർക്കെതിരെ ഇപ്പോൾ നിലവിൽ ഈ വീണ്ടും ഒരു സമരരംഗത്തേക്ക് വരുന്നത് ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായി തന്നെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം 6 വർഷങ്ങളായി ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട്, എന്നാൽ ഇതുവരെയായിട്ടും ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. കാരണം വിചാരണയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ വിചാരണയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സ്വാഭാവികമായും ഇതുവരെയായിട്ടും ഈ കുറ്റം ചെയ്തവർ പുറത്താണ്. കൃത്യമായി തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെ ആയിരുന്നു എന്ന് കണ്ടെത്തിയിരുന്ന ഒരു കേസ് കൂടിയാണിത്, കത്രിക മറന്നു വെച്ച ഈ സംഭവം. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ ഹർഷീന ഒരു സമരരംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ മാസം 28-നാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഹർഷീന സമരമിരിക്കുക. കാരണം ഇത്ര വർഷമായിട്ടും ഇതിൻ്റെ ചികിത്സാ ചെലവ്, 6 വർഷമായി തുടരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം ഹർഷീന പറയുന്നുണ്ട്. ഈ 6 വർഷമായി ചികിത്സ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ 10 ലക്ഷത്തിലധികം രൂപ ചെലവായിട്ടുണ്ട്. എന്നാൽ സർക്കാരിൽ നിന്ന് ആകെ കിട്ടിയ തുക 2 ലക്ഷം മാത്രമാണ്. ഇത് കൃത്യമായി തന്നെ ഈ ചികിത്സയ്ക്ക് അപര്യാപ്തമാണ്. അതിനാൽ തന്നെ 2 കോടിക്കടുത്ത്, അതായത് 1,90,00,000 രൂപയാണ് നഷ്ടപരിഹാരമായി ഹർഷീന ആവശ്യപ്പെടുന്നത്. നിലവിൽ ആകെ കൂടി ലഭ്യമായിട്ടത് 2 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ചെലവാകുകയും ചെയ്തു. ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തുടരുകയാണ്, ചികിത്സയും തുടരുന്നുണ്ട്. അതിനാൽ തന്നെ കൃത്യമായി നഷ്ടപരിഹാര തുക ലഭ്യമാക്കണം. അതുപോലെ തന്നെ ഈ ഡോക്ടർമാർക്കെതിരെയും നഴ്സിനെതിരെയും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാസം 28-ന് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഹർഷീന ഏകദിനോപവാസം ഇരിക്കാൻ പോകുന്നത്. അമൽ, ആരോഗ്യരംഗത്ത് ഒന്നാമെന്ന് പറയുന്ന കേരളത്തിലെ ചില കാഴ്ചകളാണ്. ഒരു കാലത്തും ഒരു രോഗിയോടും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത്. അതിൻ്റെ ഇരകളാണ് ഹർഷിനയും ഏറ്റവും ഒടുവിൽ വന്ന ദേവിയുമൊക്കെ. വിവരം നൽകുകയായിരുന്നു രമ്യ ദാസ്.